ഇത് 100ഓളം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനം എയ്റോ ഇന്ത്യ ഈ എയർ ഷോയുടെ 15ാമത് പതിപ്പിന് ഇന്ന് ബാംഗ്ലൂരിൽ തുടക്കമാകും. യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷനിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. 15 രാജ്യങ്ങളിൽ നിന്നായി 800 വ്യോമ പ്രതിരോധ കമ്പനികൾ 5 ദിവസത്തെ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ യലഹങ്കയിൽ നിന്ന് തത്സമയം ചേരുന്നു. പറയൂ അരുൺ. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയത്തിനകം എയ്റോ ഇന്ത്യയുടെ 15ാമത് പതിപ്പിന് ബംഗളൂരു യലഹങ്കയിലെ എയർഫോഴ്സ് സ്റ്റേഷനിൽ തുടക്കമാകും. അല്പസമയത്തിനകം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ ചടങ്ങ്, അതായത് ഈ എയ്റോ ഇന്ത്യയുടെ 15ാമത് പതിപ്പ് ഉദ്ഘാടനം ചെയ്യും. വിവിധ വിശിഷ്ട അതിഥികൾ ഉൾപ്പെടെ ഇങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, അതോടൊപ്പം തന്നെ രാജ്യത്തെ സൈനിക മേധാവിമാർ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനിക ഉദ്യോഗസ്ഥരുൾപ്പെടെ ഈ ചടങ്ങ്, അതായത് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കുകയും ചെയ്യും. അതിനുശേഷം 10:30 ഇന്നത്തെ എയർ ഷോ ആരംഭിക്കുക. നമുക്കറിയുന്നത് പോലെ തന്നെ രാജ്യത്തിൻ്റെ വ്യോമയാന പ്രതിരോധ ശക്തി അത് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു എയർ ഷോയാണ്. അത് കഴിഞ്ഞ ഒരുപാട് വർഷം നമ്മൾ ഇതിൻ്റെ ഒരു പൊലിമ നമ്മൾ കണ്ടതാണ്, അല്ലെങ്കിൽ ആ പരിപാടിയുടെ ഒരു പ്രൗഢത നമ്മൾ കണ്ടതാണ്. രാജ്യത്ത് തന്നെ നിർമ്മിച്ചിട്ടുള്ള ഈ യുദ്ധവിമാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിരോധ രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളെല്ലാം ഈ എയർ ഷോയിൽ പ്രദർശിപ്പിക്കും. അതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ ഈ പ്രദർശനത്തിൽ, ഈ 5 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനത്തിൽ അതിൽ അണിനിരക്കും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് റഷ്യയുടെ സുഖോയ് Su-57, അമേരിക്കയുടെ ലോക്ക്ഹീഡ് മാർട്ടിൻ F-35 ഉൾപ്പെടെ അങ്ങനെ ലോകത്ത് തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള യുദ്ധവിമാനങ്ങൾ ഈ എയർ ഷോയുടെ ഭാഗമാകും. ഈ 5 ദിവസം നീണ്ടു നിൽക്കുന്ന എയർ ഷോയുടെ ഭാഗമായി അണിനിരക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള സാരംഗ്, സൂര്യകിരൺ ഉൾപ്പെടെയുള്ളവയുടെ അത്തരത്തിലുള്ള പ്രദർശനം, അവയുടെ ആകാശവിസ്മയം തീർക്കുന്ന പ്രദർശനവും ഈ എയർ ഷോയുടെ ഭാഗമായി ഉണ്ടാകും. അതായത് പ്രതിരോധ രംഗത്ത് രാജ്യത്തിൻ്റെ കരുത്ത് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ച് അന്താരാഷ്ട്ര തലത്തിൽ അതിൻ്റെ ബന്ധം രാജ്യവുമായി പ്രതിരോധ രംഗത്ത് പുലർത്തുക എന്നതാണ് ഈ എയർ ഷോയിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്ന. അല്പസമയത്തിനകം അതിൻ്റെ ഔദ്യോഗിക പരിപാടികൾ ആരംഭിക്കും. ഓക്കെ, താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് ബാംഗ്ലൂരിൽ നിന്ന് ചേർന്ന്.